ഹായ് നമസ്കാരം ഫാസിലാണ്. പലരും പറയുന്നതാണ് അവരുടെ വീട്ടിൽ ഇതേപോലെ മാങ്ങ കായ്ച്ചു വന്നിട്ട് അത്യാവശ്യം പാകമാവുന്ന ടൈമിൽ മാങ്ങൻ്റെ മേലെ ഇങ്ങനെ വിണ്ട് കയറി വരിക എന്നുള്ളത്. എന്നുവെച്ചാൽ പഴുക്കാനുള്ള ഒരു സ്റ്റേജ് ആകുമ്പോഴാണ് ഇത് വിണ്ട് കയറി വരുന്നത്. അത് കൂടുതലായിട്ട് എല്ലാ മാങ്ങയിലും കാണുന്നുണ്ട്, നാംഡോക്കിലും എല്ലാ വെറൈറ്റിയിലും ഇതേപോലെ കാണുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബോറോൺ ഡെഫിഷ്യൻസി ആണ് കേട്ടോ. എന്നുവെച്ചാൽ ബോറോണിൻ്റെ കുറവ് ചെടിക്ക് കിട്ടുമ്പോഴാണ് ഈ മാങ്ങ ഒക്കെ ഇങ്ങനെ പാകമായി വരുന്ന ടൈമിൽ ഇങ്ങനെ വിണ്ട് കയറി പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ ഒരു 3 തവണയെങ്കിലും നമ്മൾ ബോറോൺ ചെടികൾക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കണം. അപ്പോൾ അത് കൊടുക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഡ്രമ്മിലും പൊട്ടിലൊക്കെ നട്ടതാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ബോറോൺ കൊടുക്കണം. അപ്പോൾ നമുക്ക് ബോറോൺ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വളം വെക്കുന്ന കടകളിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും കേട്ടോ. ഇപ്പോൾ ഒരു വലിയ മാവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിലൊരു 3 ടൈമായിട്ട് ചുവട്ടിലിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു 25 ഗ്രാമൊക്കെ നമുക്ക് എടുക്കാം. ഇനിയിപ്പോൾ ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 5-10 ഗ്രാം ആ ചെടീൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടൊക്കെ നമ്മൾ ചുവട്ടിലിട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇലകളിലാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 3 ഗ്രാം മുതൽ 5 ഗ്രാം വരെയുള്ള അളവിൽ എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ മാവൊക്കെ ആശിച്ച് നട്ട് അതിൽ മാങ്ങ ആയി അതൊരു അത്യാവശ്യം ഭാഗമാകുമ്പോൾ വിണ്ട് കയറി പോകുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ.